ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങവെള്ളം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു കിഡിലൻ പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോ ഈ പുഡിംഗ് റെഡിയാക്കാനായിട്ട് 3 കപ്പ് തേങ്ങ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോ തേങ്ങ ആട്ടാനും വേണ്ടിയിട്ട് എടുത്തു വെച്ച തേങ്ങ വെള്ളമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 10 ഗ്രാമോളം ചൈന ഗ്രാസ് ആണ്. ആദ്യം നമുക്ക് ഈ ചൈന ഗ്രാസിനെ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക. ഞാനിപ്പോ ചൈന ഗ്രാസ് ഇപ്പോ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉരുക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിന് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചൈന ഗ്രാസിന്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോ ഇത് ഉരുക്കിയെടുക്കാൻ ഞാനിപ്പോ ഒരു 1/4 കപ്പ് തേങ്ങ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തു വെച്ച തേങ്ങ വെള്ളത്തിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചൈന ഗ്രാസിനെ നല്ലപോലെ ഉരുക്കിയെടുക്കാം. ഇപ്പൊ ഇതാ കണ്ടോ, ഏകദേശം ഇത് ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് ഇതിനെ ഉരുക്കിയെടുക്കണം. അതുവരേക്കും ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. ഇപ്പൊ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഉടനെ തന്നെ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇത് സെറ്റ് ആയി വരാൻ തുടങ്ങും. അപ്പൊ ഉടനെ തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ ഇതുപോലൊരു ബൗളിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോ 2 മോൾഡിലായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല, പുറത്തിരുന്നാലും ഇത് സെറ്റ് ആയിട്ട് വരും. എന്നാൽ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇപ്പൊ ദാ 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇതിനെ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, അതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കോരി കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ തേങ്ങാവെള്ളം കൊണ്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയല്ല, അത്രയ്ക്കും ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല അതിനുശേഷം വരുന്ന ബെല്ലൈക്കണും പിന്നെ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.